വന്നല്ലോ സാന്റ വന്നല്ലോ. എടാ നീ എവിടെയായിരുന്നു? ഞാൻ എത്ര നേരം വിളിക്കുന്നു. നീ എവിടെ? ഇത്രയും വലിയ പരിപാടിക്ക് നടക്കുമ്പോ ഒരു സാന്റാക്ലോസ് ഒക്കെ വേണ്ടേ? എങ്ങനെയാണ് നമ്മുടെ സാന്റാക്ലോസ്? അത് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നമുക്ക് വലിയ വേറെ പ്രശ്നം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ പ്രശ്നോ? സെലിബ്രിറ്റീസ് വന്നില്ലേ? അതൊക്കെ റെഡിയാണ്. ഓഡിയൻസ് വന്നില്ലേ? ഓഡിയൻസും വന്നിട്ടുണ്ട്. ഓഡിയൻസും വന്നു, സെലിബ്രിറ്റീസും വന്നു. പിന്നെ എന്നാ പ്രശ്നം? പ്രശ്നം വേറെ ഒന്നുമല്ല. അവർ ആ ക്രിസ്മസിന്റെ ബമ്പർ പ്രൈസും ആ ഗോൾഡ് കോയിൻ ഒക്കെ കണ്ടു. അപ്പൊ പൂരടിയാ. അവർക്ക് എല്ലാവർക്കും ആ ക്രിസ്മസ് ട്രീ വേണം. അവിടെ എല്ലാം സെറ്റ് ആണോ? അവിടെ ഒക്കെ സെറ്റ് ആണ്. ബാക്കി ഞാൻ ഏറ്റു. നമുക്ക് സെറ്റ് ആക്കാം. പാപ്പാ വണ്ടി എവിടാന്ന് വെച്ചാൽ പാർക്ക് ചെയ്തോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ. പാളിയ പാളിയ പാളിയ. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് അവസ്ഥ. മാറ്റി ഒരു മിനിറ്റ് ഡീസന്റ് ആണല്ലേ? ഇതാണ് കണ്ടത്. ചുറ്റും നോക്കിക്കേ. എന്താ അമ്മേ കണ്ടോ? ഇത്രയും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ കിടന്ന് അലമ്പുണ്ടാക്കുവാണോ? ഞാൻ അലമ്പുണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ ഇവിടെ. അതെ, ചെരുപ്പൂരി തല്ലാ വരെ വന്നു. നമുക്കൊരു കോംപ്രമൈസ് ആക്കിയാലോ? നിങ്ങൾ വന്ന സമാധാനമായി. ഇനി എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ആയിട്ട് ഒരു കാര്യം ആ ഡയലോഗ് ഇവിടെ പറഞ്ഞില്ലായിരുന്നു, ഞാനിപ്പോ തെണ്ടിപ്പോയാണ്. താങ്ക് യു. ഈ ഒരു ക്രിസ്മസ് ട്രീന്റെ അകത്ത് ഇപ്പൊ പൗച്ച് ഉണ്ട്, അതിൽ കുറെ ഗോൾഡൻ കാര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ ഇപ്പൊ ഇത്രയും തർക്കം ഉണ്ടാക്കുന്നത്? ഇല്ലേ? അല്ല, ഉണ്ട്. ഈ ട്രീയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാണ് നിങ്ങൾ ഈ രണ്ട് ടീമാരും യുദ്ധം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ സ്ഥിരം എടുക്കുന്ന നമ്മുടെ ഐഡിയ എടുത്താലോ? നമുക്ക് കുറച്ച് ഗെയിംസ് ഒക്കെ ആയിട്ടല്ലേ ഈ ഗെയിംസ് നിങ്ങൾ കളിക്കുന്നു. അതിൽ ആരാണ് ജയിച്ച് മുന്നോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ക്രിസ്മസ് ട്രീയോ പൗച്ചോ എന്താണെന്ന് ഓക്കെയാണോ? അല്ല, ഏറ്റുവിട്ടാ നിങ്ങൾ റെഡിയാണോ? ഇനിയിപ്പോ എന്തിനാ ഗെയിം? ഞങ്ങൾ ജയിച്ചു എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാലോ. ഈ വാശിയും വീരമൊക്കെ നമുക്ക് നോക്കാം. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ മാത്രം വേണ്ട, കൂടെ സഹകരിക്കാൻ വേണ്ടി നമ്മുടെ ഓഡിയൻസിനെയും കൂട്ടി പിടിച്ചോ. അപ്പൊ ഞാൻ രണ്ട് ടീമിന് പേരിടാൻ പോവാണ്. ഒരു ടീമിന്റെ പേര് പ്രേമപൂജ. അപ്പൊ പ്രേമപൂജയുടെ ടീമിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന കിളികളാണ്. ഇനി അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങള് സൂര്യയുടെ ഒരു സൂപ്പർ സ്റ്റാർസ് ആണല്ലോ. നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ക്രിസ്മസ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കാന്നാണല്ലോ. അപ്പൊ കേക്കിന് വേണ്ടി നമുക്ക് എന്ത് വേണം? വൈൻ വേണം. ചിലർക്ക് വൈനിൽ എന്ത് ഉപയോഗിക്കും? ഐസ് ഇടും. അതുപോലെ നമ്മൾ ഇവിടെ എന്തെടുക്കും? ഐസ് കൊണ്ടുവരും. ഞാനിവിടെ ചളിയിൽ മുങ്ങി. ആണല്ലേ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ എന്നുള്ള രീതിയിൽ സൂര്യാക്കാട് പ്രേക്ഷകർക്ക് അവർക്ക് എപ്പോഴും നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ചില പാട്ടുകളുണ്ട്. നമ്മുടെ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ പേര് നമ്മൾ പറയണ്ടേ? പറയണം. ക്രിസ്മസ് ഗോൾഡൻ ട്രീ ചാലഞ്ച്. ഈ ഗോൾഡൻ ട്രീക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇവിടെ വഴക്ക് തുടങ്ങിയത്? അങ്ങനെയാണെങ്കിൽ ഗോൾഡൻ ട്രീയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണ്ടേ? ഈ കാണുന്ന ഗോൾഡൻ ട്രീയിൽ നിറയെ പൗച്ചസ് ഉണ്ട്. ഈ പൗച്ചസിൽ ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് കോയിൻസ് ഉണ്ട്. ഓക്കെ, ചിലത് ലക്കി കോയിൻസ് ആണ്. അതായത് സ്റ്റാർ കോയിൻസ് ഉണ്ടാവും. കിട്ടുന്ന ഓരോ കോയിനും ഒരു മാർക്ക് വെച്ചായിരിക്കും കിട്ടുന്നത്. സ്റ്റാർ കോയിൻസിന് 10 മാർക്കാണ് ലഭിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോ ചില ബ്ലാക്ക് കോയിൻസും കിട്ടും. അത് കിട്ടിയാൽ വി ആർ ഡിഡക്ടിങ് 1. ഡിഡക്ട് ചെയ്തോണ്ടിരിക്കും ഓരോ മാർക്ക് വെച്ച്. ഇത് ഇനി ഓരോ തവണയും നിങ്ങൾ ജയിക്കുന്ന ടീം, ഏത് ടീമാണോ ജയിക്കുന്നത് അവർക്ക് ഓടിപ്പോയി കളക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ തരുന്നത്. എന്നിട്ട് കുറെ ടാസ്കുകൾ കഴിഞ്ഞ അവസാനമായിരിക്കും നമ്മൾ ഈ ക്രിസ്മസ് ട്രീയുടെ അവകാശിനെ തീരുമാനിക്കുന്നത്. തീ പോലെ നമ്മൾ ആരംഭിച്ചു. ഇനി തീ പോലെ അടുത്ത പരിപാടിയിലേക്ക് പോകാൻ പോവാണ്. ഈ ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് 5 മിനിറ്റ് സമയം. ഓക്കെ, പോപ്കോൺ കഴിക്കാന്നുള്ള അല്ല ടാസ്ക്, പക്ഷെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ടാസ്ക്. റൗണ്ടിന്റെ പേര് പോപ്കോൺ റൗണ്ട്. ഓഡിയൻസിനെ കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിക്കാം. അപ്പൊ നമ്മുടെ ഓഡിയൻസ് സൈഡിൽ നിന്നും 2 പേര്, താല്പര്യമുള്ള 2 പേര് മുന്നോട്ടേക്ക് വരാം. ജഹാനും അഹാനയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. സൂര്യ സ്റ്റാർസ്, അതായത് നിങ്ങളുടെ ഓഡിയൻസ് ടീമിൽ നിന്ന് നമുക്ക് 2 പേരെ ആവശ്യമുണ്ട്. ആരൊക്കെയാണ് 2 പേര്? ആത്മിക, നീള. നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ഈ ഒരു ടാസ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ജിംബോൾ മെയിൻ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് പോപ്കോൺ ആ കാണുന്ന ബക്കറ്റിൽ നമ്മൾ നിറയ്ക്കുന്നു, എന്നിട്ട് ഈ പോപ്കോൺ ഓഡിയൻസിന് കൊടുക്കുന്നു. പക്ഷെ വെറുതെ അല്ല കൊടുക്കുന്നത്, ഈ ജിംബോൾ നമ്മുടെ നടുക്ക് വെക്കണം, ഇങ്ങനെ ബാലൻസ് ചെയ്യണം.
അത് നേരെ ഇങ്ങനെ വെക്കരുത്, ബാക്ക് തിരിഞ്ഞ് വേണമെങ്കിൽ ജിംബോൾ എടുത്ത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ വേണം നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഈ ബക്കറ്റിലുള്ള നമ്മുടെ പോപ്കോൺ കൊണ്ട് കൊടുക്കണം. അപ്പൊ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ ഈ ടീമാര് കൊടുക്കേണ്ട ആ ഓഡിയൻസിനും ഈ ടീമാര് കൊടുക്കേണ്ടത് ഈ ഓഡിയൻസിനുമാണ്. അപ്പൊ ഇതിൽ എല്ലാവരും പങ്കെടുക്കണം. നമ്മുടെ പോപ്കോൺ റൗണ്ട് ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ടീം ആസ് എ ടീം ഡിസ്കഷൻ ടൈം ആണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റെഡിയാണോ? റെഡിയാണ്. എങ്കിൽ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. Your time starts now. ഞാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു. പോട്ടെ പോട്ടെ. ലാസ്റ്റ് 30 സെക്കൻഡ്സ് ആണ്. മതി 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 മതി. അതിഗംഭീരമായിട്ട് നമ്മൾ പോപ്കോൺ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. വളരെയധികം എഫേർട്ട് എടുത്താണ് രണ്ട് ടീമുകളും പെർഫോം ചെയ്തത്. ഈ ടീമിന്റെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എത്രത്തോളം പോപ്കോണിന്റെ കപ്സ് അല്ലെ അത് എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ രണ്ട് ടീമിൽ ഒരു ടീം ഏകദേശം 24 ആണ് ഞാൻ കൗണ്ട് ചെയ്തപ്പോ നമ്മൾ ജയിച്ചു കൊടുത്തിരിക്കുന്നത്. അതേസമയം മറ്റൊരു ടീം 20 കപ്സേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് 24 ലഭിച്ചിരിക്കുന്നത് ഈ ഓഡിയൻസിനാണ്. വിച്ച് മീൻസ് നമ്മുടെ ഈ ടാസ്ക് ജയിച്ചിരിക്കുന്ന പ്രേമ പൂജയ്ക്ക് ഇനി പൗച്ചുകൾ കളക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് ലഭിക്കാൻ പോകുന്നത്. താങ്ക് യു ഓഡിയൻസിനെ റെപ്രസെന്റ് ചെയ്ത് രണ്ടുപേര് വന്ന് ഇവിടെ സഹായിച്ചതിന്. കളക്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ ആരാണ് മുന്നോട്ട് വരുന്നത് കളക്ട് ചെയ്യാൻ? അനന്തു റെഡി? അപ്പൊ അനന്തു, നിങ്ങൾക്ക് ലഭിക്കുന്നത് 20 സെക്കൻഡ് ആണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.